ഗായ്സ്, നമ്മളിപ്പോൾ ആശുപത്രിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഓതവലി, എല്ലാവർക്കും ഓതവലി. ചിക്കൻ പിന്നെ ബക്കറ്റ് പിറക്കിയിരിക്കുന്നത് കാണിന് പൂരിയുണ്ട്. നമ്മൾ ആശുപത്രിയിലേക്കാണ് പോണത്. ഞാൻ വരുമ്പോഴും മുമ്പായിരിക്കാം ചിത്തുണ്ട് അടുത്തിരിക്കാനുള്ള ഞാൻ ഇല്ല മച്ചാൻ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയാസ് നാച്ചുറൽസ്. ഇത് നമുക്കൊരു ചെറിയ വ്ളോഗാണ്. ആക്ച്വലി ഞാൻ അപ്പച്ചിയുടെ മോള് കോയമ്പത്തൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അവളും ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. സോ അവൾക്ക് ചെറിയ ചെറിയ ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നതാണ്. കണ്ടോ, പുറക്കെ ഇരുന്നിട്ട് തള്ളിക്കയറി മുമ്പിലേക്ക് പോയതാണ്. ഇതിലും വലുത് എന്തോ വരാനുള്ളതാണ് അപ്പച്ചി. നിനക്ക് ഇന്നലെ കിട്ടി, ദൈവം അനുഭവിക്കാം. സോ നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ എടുത്ത ഡ്രസ്സിനൊക്കെ കുറച്ച് അക്സസറീസൊക്കെ വാങ്ങണമെന്നുള്ള ഐഡിയയിലാണ് പോകുന്നത്. നമുക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് വരുമ്പോൾ മൂവി കണ്ടുകൊണ്ട് അവിടെ പോകാൻ ഇവിടെ പോകാൻ ആലോചനയിലായിരുന്നു. അതാണ് പറഞ്ഞത്, ഞാൻ രണ്ടാമത് ഗായ്സ് അർച്ചനയ്ക്ക് ഓതവലിക്കുള്ള ലോട്ടസ് മാല. സോ നമ്മൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനി ഒരു ലാബ് ടെസ്റ്റ് കൂടി ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടേ പോകും. സോ പേഷ്യൻറ്റിന് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇവിടെ വന്നത് ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ കൂടി വന്ന 2 പേർക്കും കൂടെ പേഷ്യൻ്റായി മരുന്ന് വാങ്ങി. ആശുപത്രി കാണുമ്പോൾ പെട്ടെന്ന് തുണിക്കട കാണുമ്പോൾ നമുക്കും കൂടി ഒരു മരുന്ന് തുണി എടുക്കണമെന്ന് പറയുന്നത് പോലെ അവർക്ക് ഇല്ലല്ല. തുണിക്കട കാണുമ്പോൾ എനിക്കൊരു തുണി എടുത്താൽ കൊള്ളാം, ആശുപത്രി കണ്ടപ്പോൾ എനിക്കൊരു ടെസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്ന് എൻ്റെ അപ്പച്ചിയും ഞാൻ തന്നെ ഫസ്റ്റ് വാങ്ങണമെന്നിരുന്ന. പക്ഷേ ഇപ്പം തന്നെ നമുക്ക് സമയം 2 മണിയുടെ അടുത്തായി. പിന്നെ ഒരു ടെസ്റ്റ് നമുക്ക് വന്നിട്ട് 4:30 ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വന്നു. ഇനി ടെസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെയും തിരിച്ച് വരണമല്ലോ. അതിന് പകരം നമ്മൾക്ക് വെയിറ്റ് ചെയ്തിരുന്നിട്ട് പോകാമെന്നുള്ള ആലോചനയിലാണ്. സോ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് തിരിച്ചതാണ്. ഫുഡ് എവിടെ കൊള്ളാം എന്നൊക്കെ നോക്കി തപ്പി നടക്കുകയായിരുന്നു. ബിരിയാണി കഴിച്ച് കൊള്ളാമെന്നുണ്ട്, അതുകൊണ്ട് നോക്കി നടക്കുകയായിരുന്നു. ഇന്ന് ഫുൾ ചിലവും വാവയാണ്. അതുകൊണ്ട് നല്ലൊരു ഹോട്ടൽ നോക്കി പോകണം എന്നുള്ള ഐഡിയയിലാണ് ഞാനും ജിത്തുവും. ഇത് ബാൾ ഗ്രേപ്പ് ജ്യൂസാണ്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഒന്ന് കുടിച്ചു, പിന്നെ ഒന്നുകൂടി വാങ്ങി. അതുപോലെ തന്നെ ബിരിയാണി നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ ബിരിയാണിയും എഗ് ബിരിയാണിയും തോന്നുന്നു വാങ്ങിയത്. കഴിച്ചു. പിന്നെ 2 ഷാർജ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാർജയും കൂടി കുടിച്ചു. ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു. ഇന്ത്യൻ കോഫി ഹൗസ് പറയാനൊന്നുമില്ല, നല്ല ഫ്രണ്ട്. ഇവൾ ഫുൾ ബൗളിംഗ് ആയിരുന്നു. എൻ്റെ ബിരിയാണി ചേർത്ത് കഴിച്ചു. എനിക്കൊന്നും തന്നില്ല. ബില്ല് പേ ചെയ്തതാണ്. അതിൻ്റെ മുഖത്തിൻ്റെ ക്ഷീണം കാണാറുണ്ട്. അഗൈൻ ഒരു ബാൾ ഗ്രേപ്പ് ജ്യൂസ്. ഇനി ബാക്ക് ടു ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ വന്നതാണ്, ബട്ട് പിക്നിക്കിന് വന്നതുപോലെയാണ്. വി ആർ സെലിബ്രേറ്റിംഗ് ദാറ്റ്. ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് കഴിഞ്ഞ് സ്കാൻ എടുക്കുമ്പോൾ മൂത്രം പകുതി ഒഴിക്കാൻ പറ്റുമ്പോൾ ഞാൻ മൊത്തം ഒഴിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്യാതിടും. ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴും വിജയിച്ച് വിളിച്ചിട്ടുണ്ട് പോലെ. അപ്പോഴും ഞാൻ വരൂല. ഒരു ബിരിയാണിക്ക് KFCക്ക് കൊതിച്ച് വന്നിട്ട് എന്നെ കൊന്നു. രാവിലെ വന്നതാണ്. രാവിലെ വന്നിട്ട് 10 മണിയാവും തോന്നുന്നു. ഇതാ പാർക്കിങ്ങിലുള്ള എല്ലാ വണ്ടിയും പോയി. നമ്മളത് മാത്രം കാണിച്ചു. അവിടെ 2-3 വണ്ടിയുണ്ട്. അതിലൊന്നാണ് നമ്മളത്. മൊത്തം തീർന്നു. ഇങ്ങ് കൊണ്ടുപോകുന്നു, ഡ്രസ്സ് എടുത്ത് തരുന്നു. എന്തൊക്കെയായിരുന്നു. ഇവിടെ തന്നെ 6 മണി വരെ ഇട്ട് കൊണ്ടാടി. എൻ്റെ മോൾ ഇനി അവിടെ പോകുമ്പം കയറ് പൊട്ടിക്കും. സോ ഇനി വീട്ടിൽ പോകുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.